വലിയേട്ടാ ഒന്ന് പുറത്തൊക്കെ കൈ കാണിച്ചേക്ക് വലിയേട്ടാ. നമ്മുടെ ആൾക്കാരെല്ലാം നിപ്പുണ്ട്. അവിടെ എല്ലാം നിപ്പുണ്ട്. എല്ലാം നമ്മുടെ ആൾക്കാരാ. നമ്മൾ വരുന്നെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പോയാൽ മതിയോ? വിഷം കെട്ട് പോയി എന്തെങ്കിലും മേടിച്ചാ. അല്ല ആയിട്ടില്ല, സ്ഥലമായില്ല. ആ സ്ഥലം എത്തിയിട്ടില്ല. ഏത് സ്ഥലം എത്തിയിട്ടില്ല? നമ്മളെ തയ്യാറാക്കിയിട്ടില്ല. സ്ഥലമുണ്ടല്ലോ, റെസ്റ്റോറന്റ്. ഇതൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ തരും. ചെയ്തിട്ടുണ്ട്. വിശക്കുമ്പൊക്കെ വേണമല്ലോ, അല്ലാതെ വല്ലപ്പോഴും കിട്ടിയിട്ട് എന്താ? ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. ആ എവിടെ അത് എന്തെങ്കിലും കടിച്ചു വലിക്കാൻ പറ്റിയത് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഒരു മിനിമം ഭക്ഷണം ഉണ്ട്. ഞാൻ പറയട്ടെ, സാമ്പത്തികമായി വളരെ മോശമാണ്. അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. എന്തിനാ യാത്ര പോയത്? യാത്ര പോകുമ്പോ അത് അടിച്ചു പൊളിച്ച് പോണം. അവർക്ക് എന്ത് ഭക്ഷണം വെച്ചാ ആ ഭക്ഷണമായി കൊടുക്കും. അത് വീട്ടിലെ പോലെ സാമ്പാറും പുളിശ്ശേരിയും പറ്റില്ല. അല്ല അതിപ്പോ പൈസ മൂത്രം വെച്ചിട്ടേ വണ്ടിയിൽ തന്നെ ഉണ്ടായോണ്ടേ മൂത്രം ഒഴിക്കാനൊക്കെ പിന്നെ ഇവിടെ തന്നെ സൗകര്യം ഉണ്ടല്ലോ. ഞാൻ കുറെ നേരം ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് പോകല്ലേ കേട്ടോ. അതിന്റെ പേരിൽ ഇനി തമ്മിൽ വീട്ടിലും ഇത് തന്നെയാണ്. ഓരോരുത്തരായിട്ട് പോകുന്നേ. എനിക്ക് പോവാനുണ്ട്. വേഗം എനിക്ക് പോവാണ്ട്. എല്ലാരും കൂടി മൂത്രം വെച്ച് വെള്ളപ്പൊക്കം ഉണ്ടാക്കരുത്. എനിക്ക് പോണോ? ഒരാൾ പോ. എല്ലാരും കൂടി എനിക്കൊന്ന് മൂത്രം വലിയേട്ട പോട്ടെ. അവരോട് മാറാൻ പറ. വലിയേട്ട ഞാൻ കൂടെ വരണോ? മന്മത, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, കുണ്ടും കുഴിയില്ലാത്ത നല്ല വഴികൾ വേണം തെരഞ്ഞെടുക്കാൻ. എന്നാ പിന്നെ ഇവിടെ നിന്ന് നേരെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയി. നമ്മുടെ കുടുംബക്കാരുടെ വഴികളാണ്, നമ്മുടെ സ്ഥിരം വഴികളാണ്. അപ്പൊ അതൊക്കെ ടാർ ചെയ്യണമായിരുന്നു. അല്ലാതെ നമ്മള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പേച്ച് വർക്ക് നടത്താൻ നമ്മൾ പറഞ്ഞു. കാർ ചെയ്യാൻ വലിയ പൈസ വേണ്ടേ? പേച്ച് വർക്ക് നടത്താനാ പറഞ്ഞു. എന്നിട്ട് എന്തായാലും നടത്താഞ്ഞേ? നടത്തിയപ്പോഴാ ഇങ്ങനെ ചാടാൻ തുടങ്ങി. എല്ലാത്തിനും നെഗറ്റീവ് അല്ലാതെ പിന്നെ എന്തെന്ന് പറയാൻ? എന്തെങ്കിലും പോസിറ്റീവായിട്ടൊരു നല്ല കാര്യം പറയും. പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. ബി പോസിറ്റീവ്. എൻ്റെ ബ്ലഡ്. വേറെ ഒന്നും എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ. അതിന് കുറെ ആള് കറുത്ത കുടി കാണിക്കുന്നത്. ഏത് പാർട്ടി? കറുത്ത കുടി കാണിക്കുന്നുണ്ട് കുറെ ആള്. അവിടെ മരിപ്പാണ് ഉണ്ണി, മരിപ്പ്. പുതിയ ആരോ മരിച്ചിട്ട് എന്തോ ആണ്. മരിപ്പ് പോലും അറിയാത്ത കുരിപ്പിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ അതെ, ഇവിടുന്ന് കുറച്ചും കൂടി പോയാലാണ് ശാന്തകുഞ്ഞമ്മയുടെ വീട് കേട്ടോ. നമുക്ക് അവിടെ കയറാം അല്ലേ? അവിടെ കയറിയിട്ട് പോവാം. അത് വേണോ അതോ നമുക്ക് കൃഷ്ണൻകുട്ടി കൊച്ചപ്പന്റെ വീട്ടിൽ? അല്ലാതെ ഈ വഴി പോകുമ്പോ പിന്നെ അത് കയറിയിട്ട് പോയാൽ എന്നാ പിന്നെ അങ്ങനെ കുറച്ചും കൂടി പോയാലാണ്. വണ്ടി ഇവിടെ നിന്ന് തിരിയില്ല. അതല്ലേ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി പോകത്തില്ല. ഇത്രേ പോവുള്ളൂ. ഇത് ഇവിടെ നിന്ന് തിരിയില്ല. വഴി തെറ്റിയതല്ലോ. ഒന്നും തെറ്റിയതല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊന്നും ഇതുവരെ വരാത്തോണ്ടുള്ള പ്രശ്നം. എല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് നടക്കാൻ. ഇങ്ങനെ ഒരു യാത്ര തയ്യാറാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, വഴിയിലൊന്നും ഒരു തടസ്സം ഇല്ലാണ്ട് പോകാൻ പറ്റണമെന്ന്. വലിയേട്ട നാളെ തന്നെ എല്ലാം ശരിയാക്കാം. എന്ത് ശരിയാക്കാൻ? ഈ മതിലൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് വണ്ടി പോവില്ല. ഇത് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നോണ്ടാ ഞാൻ അപ്പോഴേ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരനും വേണ്ടപ്പെട്ടവരല്ലേ, അവരോട് പറയണം ഇങ്ങനൊരു യാത്ര വരുന്നുണ്ട്, എന്നിട്ട് ഇടിച്ചു പൊളിച്ച് വീതി കൂട്ടണം. അതെ, ഇത് ഇപ്പൊ ചാടിയിട്ട് കാര്യമില്ല. ഇത് അന്ന് ആ രതീഷ് നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെട്ട കാല് പിടിച്ചവൻ പറഞ്ഞതാ. ഈ തിരിയുന്ന സ്ഥലത്ത് ഈ മതിലൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും അങ്ങോട്ട് പോകുന്നു. അവന്റെ കൊച്ചിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് കിടക്കാത്ത അന്നാണ് നമ്മളോട് വന്ന് പറഞ്ഞത്. ഒരൊറ്റാളും കേട്ടില്ല. ഇപ്പൊ കിടന്ന് ചാടിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ വേണമെങ്കിൽ വല്ല ഹെലികോപ്റ്ററും വിളിച്ചിട്ട് പോ. ഒരു ഹെലികോപ്റ്ററിന് അഡ്വാൻസ് കൊടുക്കും. ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, ഞാനായി പോയിക്കോളാം. ഇനിയിപ്പോ നമ്മൾ നടന്നു പോണോ? ഒരു 10 മിനിറ്റ് നടന്നാൽ ഒരു കിണറിന്റെ അവിടെ എത്തും. അവിടുന്ന് തിരിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടി നടന്നാൽ ആ കടയുടെ അവിടെ എത്തും. ആ കടയുടെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റും കൂടി നടന്നാൽ
നമ്മുടെ ഈ പറഞ്ഞ സ്ഥലത്തെത്തി. മൊത്തത്തിൽ 40 മിനിറ്റ് നടക്കും. ഇല്ല 30 മിനിറ്റ്, 1/2 മണിക്കൂർ. ആ, അത് നടന്നേ പറ്റും. എല്ലാവരും ഇറങ്ങിയോ? എല്ലാവരും ഇറങ്ങും. എല്ലാവരും ഇറങ്ങും. വാ വാ വാ. വാ. എല്ലാം ഇറങ്ങിയോ? കല്യാണത്തിന് ഓണം മതി പോവാം. പരിപാടി നേരത്തെ നോക്കേണ്ടതല്ലേ? മതിയായിരുന്നു. ആ അതെ, ശ്രീകൃഷ്ണ സ്റ്റോഴ്സ്. ഇതിന്റെ തൊട്ടം. വാ വാ വാ. വലിയേട്ടാ വാ. വീട്ടുകാർ വിളിച്ചു പോയിട്ടുണ്ടാവോ? ഇതാ വീട്. ആ ഇത് തന്നെ. വാ വാ വാ. ഉറപ്പാണ്, ഇതാണെന്ന് ഉറപ്പാണ്. ഇതാണെന്നേ. വാ, ഞാൻ വരാറുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വഴിക്കുണ്ടായിട്ട് ബെല്ലടിക്കാം. ശാന്തകുഞ്ഞമ്മേ. ശാന്തകുഞ്ഞമ്മയൊക്കെ മരിച്ചിട്ടും കാലങ്ങൾ. ശാന്തകുഞ്ഞമ്മയുടെ മോനെ എന്ന് വിളിക്കാൻ പോയതാ. വരും. രതീഷ്. ശാന്തകുഞ്ഞമ്മയുടെ മോനെ രതീഷ്. ആ ആ രതീഷ്. എന്താ സുഖം തന്നെയല്ലേ? എല്ലാവരും മനസ്സിലായില്ലേ? ആ ഞങ്ങള് ഈ പറഞ്ഞ പോലെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒന്നും അങ്ങനെ അധികം വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ വലിയേട്ടന് ഒരാഗ്രഹം, കുടുംബസമേതം എല്ലാ കുടുംബങ്ങളിലും ഒന്ന് ചെന്ന് കാണണമെന്ന്. അങ്ങനെ വന്നതാ. തീരെ എവിടെയും പോവാത്ത ആള്. രതീഷ്, പയ്യനിപ്പോ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. അവനോട് കൊണ്ട് വരാൻ പറ. അകന്ന് കിടക്കല്ലേ. വലിയേട്ടനെ വേണമെങ്കിൽ അകത്തോട്ട് കയറി വന്നു. ഏയ്, വലിയേട്ട അതിലും തളർന്ന് നിൽക്കുക. നടന്നിട്ടേ വണ്ടി ഇങ്ങോട്ട് വരാത്തോണ്ട് ശരിക്കും തളർന്ന്. ശ്രുതി, വലിയേട്ടനാന്നേ ഉള്ളൂ എപ്പോഴും തളർച്ച. ഒരു അടി വെക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ യാത്ര കാരണം വലിയേട്ടന്റെ തളർച്ച മാറ്റട്ടെ. എനിക്ക് വലിയേട്ട. ആ വലിയേട്ട ദാഹിക്കാൻ എന്തെങ്കിലും ദാഹം മാറ്റാൻ. ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ. ശരി ശരി. സമയമില്ല. പ്രഷാദ്, പെട്ടെന്ന് പെട്ടെന്നാവട്ടെ കാര്യങ്ങൾ. ഇനി ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാ. ഒന്നും വേണ്ടല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ ചേട്ടന്റെ ഒരു ആഗ്രഹം യാത്ര കാരണം എല്ലാം നടന്നു. അതെ, ആ കുട്ടീനെ തറയിൽ എവിടെയെങ്കിലും വെക്കേ. അവന് നിൽക്കാൻ പറ്റില്ല, അവൻ തളർന്നിരിക്കല്ലേ. എന്നാ പിന്നെ നിനക്കറിയാതെ ഒരു കസേര എടുത്തോണ്ട് രതീഷ്. നിന്റെ മോന്റെ കാര്യം നിനക്കല്ലേ അറിയാവൂ. പിന്നെ എന്തിനാ ഇങ്ങനെ മോനെടാ കുട്ടാ, വലിയേട്ടനാണ് ദേ മുന്നിൽ നിൽക്കുന്നത്. കണ്ണു തുറക്ക്. നിങ്ങക്ക് തിക്കുന്നതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആളല്ല. നോക്കടാ ചക്കര കുട്ടാ, ചുട്ടിടൂ, കണ്ണു തുറക്കടാ. ആ മോനെ, വലിയേട്ടനെ മനസ്സിലായോ? അതെ, വലിയേട്ടൻ ഇതുവരെ ഈ പടിയും കയറാത്തോണ്ട് അവര് പിടുത്തം കിട്ടുന്നില്ല. വലിയേട്ടനാ. വലിയേട്ട എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു നോക്കിയാ ചേട്ടാ. വലിയേട്ട എന്തെങ്കിലും സംസാരിച്ചു നോക്ക്. സദ്യക്ക് പറ്റിയായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് എല്ലാരും കൂടെ നോക്കിയാൽ കുടുംബ ഗ്രൂപ്പിൽ ഒന്ന് അറിയിക്കാം. ഹലോ, കുടുംബ ഗ്രൂപ്പിലെല്ലാവരും. അതെ, ഞങ്ങളിപ്പോ അതെ നിൽക്കുന്നത് നമ്മുടെ ശാന്തകുഞ്ഞമ്മയുടെ മോൻ, മരിച്ചുപോയ ശാന്തകുഞ്ഞമ്മയുടെ മോൻ രതീഷിന്റെ വീട്ടിലാണ്. രതീഷിന്റെ മോൻ ചക്കര തളർന്ന് കിടക്കാണ്. ചക്കരെ കണ്ട് ആശ്വസിപ്പിക്കാൻ വലിയേട്ടൻ വന്നിട്ടാണ്. ഒക്കെ എല്ലാരും നോക്കിക്കോ. വലിയേട്ടൻ സമ്മതിക്കണം. വലിയേട്ടൻ ആശ്വസിപ്പിക്കുക. കുഴപ്പമില്ല കേട്ടോ. വലിയേട്ടൻ എപ്പോഴും ഉണ്ട് കൂടെ. ഓടുപരിക്കൽ തറവാട്ടുകാർ എന്നും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെ കൂടെ ഉണ്ട് കേട്ടാ. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. എവിടെ വെച്ചാ കൊണ്ടുപോകണം. ഇവൻ പഴയതുപോലെ ചക്കര എണീറ്റ് നടക്കണം. എന്നും നമ്മുടെ തറവാട്ടുകാർ കൂടെ ഉണ്ടാവും കേട്ടോ. അതിനും കൂടി കാശ് കടം വാങ്ങണം. വലിയേട്ടൻ ആശ്വസിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത നമ്മുടെ സുഭദ്ര കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകും. അതിന് മുന്നേ നമുക്ക് കൃഷ്ണൻകുട്ടി കൊച്ചപ്പന്റെ വീട്ടിലും പോകാനുണ്ട്. അപ്പൊ ഞങ്ങൾ യാത്രയിലാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ലൈവ് കാണാം. ഓക്കെ കുടുംബക്കാരെല്ലാവരും. രതീഷേ ശരി. മറിമായം